ദീപിക ജയേഷ്. ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. ഞാൻ പാടുന്നതിനൊത്ത് എന്റെ ചേച്ചി നൃത്തം വെക്കുന്നു. അനിയത്തിയുടെ പാട്ടിന് ചുവട് വെക്കുന്ന ചേച്ചി. പഴയന്നൂർ പാറയ്ക്കൽ പച്ചിരിക്കോട്ടിൽ ജയേഷിന്റെയും ആശമോളുടെയും രണ്ട് മക്കളായ ദേവികയും ദീപികയുമാണ് വിവിധ വേദികളിൽ ശ്രദ്ധയാകർഷിച്ച് മുന്നേറുന്നത്. നിരവധി പ്രശസ്ത വ്യക്തികൾക്കൊപ്പം പ്രോഗ്രാം അവതരിപ്പിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഈ സഹോദരികൾ. മായന്നൂർക്കാവ് താലപ്പൊലിക്ക് സംഗീത സംവിധായകൻ ജയചന്ദ്രനൊപ്പം സംഗീതാർച്ചന നടത്താൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി ദീപിക കരുതുന്നു. കേവലം പല്ലവി മാത്രം പാടുവാൻ ആവശ്യപ്പെട്ട ജയചന്ദ്രൻ പിന്നീട് 2 പാട്ടുകൾ ദീപികയ്ക്കൊപ്പം പാടിയതും ദീപികയുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഏടുകളാണ്. ദീപികയുടെ പാട്ടിന് ചുവടുവെച്ച ചേച്ചി ദേവികയും വേദികളിൽ നിന്ന് വേദികളിലേക്ക് യാത്ര ചെയ്യുകയാണ്. കേരളത്തിൽ കേരകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേരഗ്രാമം പദ്ധതിയിൽ തെങ്ങിൻ തൈയുമായി നിൽക്കുന്ന ദീപികയുടെ ചിത്രം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ജീവിതത്തിൽ സുരേഷ് ഗോപിയെ നേരിൽ കാണണമെന്നാണ് ആഗ്രഹമെന്ന് ദീപിക പറഞ്ഞു. ഓട്ടോ ഇലക്ട്രീഷ്യനായ പിതാവ് ജയേഷിന്റെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും മക്കളുടെ കലാവിദ്യാഭ്യാസത്തിനായാണ് ചെലവഴിക്കുന്നത്. ഇതിനോടകം നിരവധി വേദികളിലും നിരവധി ആദരങ്ങളും ഈ സഹോദരിമാരെ തേടിയെത്തിയിട്ടുണ്ട്. ഞാൻ ജയേഷ്, ഇതെൻ്റെ ചെറിയ മോള് ദീപിക, ഇതെൻ്റെ മൂത്ത മോള് ദീപിക വൈഫ്. അപ്പോൾ ഞങ്ങൾ ഒരു കലാകുടുംബം ആയതാണ് ഇവർ കാരണം എന്ന് വെച്ചാൽ പിന്നെ കലകൾ കാരണം ഞങ്ങൾക്ക് ഒരുപാട് വേദികളിലും സ്ഥലങ്ങളിലൊക്കെ കയറാനും പങ്കെടുക്കാനുള്ള എല്ലാ ഭാഗ്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷവും സുഖവും ഇവരുടെ പിന്നാലെ നടക്കുന്നതാണ്. ഞാനൊരു ഓട്ടോ ഇലക്ട്രീഷ്യൻ ആണ്, ഒരു ചെറിയ ഷോപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു 75% ഇവൻ്റെ ചിലവിൽ തന്നെയാണ്. ഒരു 75% നമ്മൾ ഇവൻ്റെ ചിലവിലേക്ക് തന്നെയാണ് മാറ്റി വയ്ക്കുന്നത്. പഠിപ്പ്, പിന്നെ ഇവളൊരു LKG തൊട്ടിട്ട് നൃത്തം പഠിക്കുന്നുണ്ട്. ആദ്യം ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കഴിഞ്ഞു, പിന്നെ കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരളനാടകം, ഇതിലെല്ലാത്തിനും അരങ്ങേറ്റം കഴിഞ്ഞ സംസ്ഥാന കലോത്സവങ്ങളൊക്കെ ജില്ലകളിൽ ഇതിലെത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇവള് 6ാം ക്ലാസ്സിലാണ്, ഇപ്പോൾ 7ാം ക്ലാസ്സിലേക്കായി. അപ്പോൾ ഇവളും കഴിഞ്ഞ പ്രാവശ്യം ജില്ല വരെത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവർ രണ്ടുപേരും ഞാൻ കാരണമാണ്, ജയേഷ് എന്നുള്ള പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. ഇനി അവരുടെ പേരിൽ ഞാനും എൻ്റെ ഭാര്യയൊക്കെ അറിയപ്പെടട്ടെ എന്നാണ് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹം.